നമ്മൾ പൗലോസ്ലീഹായെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോകണം. ഈശോ നമുക്കിങ്ങനെ പഠിക്കാനൊക്കെ തരുന്ന വചനം കേൾക്കാനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നതിനൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഓരോ ദിവസവും ഓരോ സമയമൊക്കെ വചനം കേൾക്കാൻ. കേട്ടു നല്ല വചനം എന്നൊക്കെ പറഞ്ഞ് ബൈപ്പാസ് ചെയ്ത് കളയല്ല. ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഇത് ഫലം ചൂടണമെന്നും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പൗലോസ്ലീഹയെക്കുറിച്ചൊക്കെ കൂടുതൽ വായിക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ള പോലെ ഈ ചില സഹനങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കരയാൻ തോന്നുകയല്ല. പൗലോസ്ലീഹയെ വായിച്ചാൽ നമുക്ക് കരയാൻ തോന്നുകയല്ല. എനിക്ക് ഇത്രയൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ ഹാവു എന്ന് വെക്കും. ശരിക്കും പൗലോസ്ലീഹ എന്നൊരു വ്യക്തിയെ നമ്മൾ കൂടുതൽ ഈ വർഷം ഒന്ന് പഠിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ലൈഫിനോട് ചേർത്ത് ചിന്തിക്കുക. പൗലോസ്ലീഹ പറഞ്ഞ കാര്യമാണ് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന മനുഷ്യൻ ദാവീദിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ ഈശോയെ കൂടുതൽ അടുത്തറിഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. നമ്മൾ ആ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ എവിടെയാണോ ഓൺലൈനിലോ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. അതായത് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞൊരു സുന്ദരമായ കാര്യമാണ്. അതായത് പൗലോസ്ലീഹ ഹി വാസ് നെവർ കൺവേർട്ടഡ്. അയാൾ ഒരിക്കലും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് പാപ്പ പറയാം. ഇങ്ങനെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. പൗലോസിൻ്റെ മാനസാന്തരം എന്ന് തന്നെയാണ് നമ്മൾ സൗളിൻ്റെ മാനസാന്തരം എന്നൊക്കെ അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൽ ടൈറ്റിൽ വരെ അങ്ങനെയാണ് വായിക്കുക. ബെനഡിക്റ്റ് പാപ്പ പറയുന്നൊരു കാര്യമാണ്, പൗലോസ് ഒരിക്കലും മാനസാന്തരപ്പെട്ടിട്ടില്ല. കാരണം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പാപിക്കാണ് എന്ത് വേണ്ടത്? മാനസാന്തരം. പോൾ വാസ് നോട്ട് എ സിന്നർ, ഹി റിയലൈസ്ഡ്. അവൻ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. മാനസാന്തരപ്പെടുക അല്ല ചെയ്തത്, തിരിച്ചറിഞ്ഞു. എന്താണ്? ഇത്രയും കാലം ഞാൻ പഠിച്ച വായിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മിശിഹ ജീവിച്ചെന്നും മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഇപ്പോൾ എന്നെ കാണാൻ ഈ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ എന്നെ കണ്ട ആൾ, എന്നെ സ്വന്തമാക്കിയ ആൾ, ഞാൻ ഈ പഴയ നിയമ ഗ്രന്ഥത്തിൽ യഹൂദരുടെ നിയമത്തിൽ വായിച്ചറിഞ്ഞ ആ ദൈവമാണ് ഈ മിശിഹ, ഈ ഈശോ എന്ന് പൗലോസ് തിരിച്ചറിയുകയാണ് ചെയ്തത്. ബ്യൂട്ടിഫുൾ ചിന്തയാണ് വേണ്ടിയിട്ട് പാപ്പയുടെ, നമ്മുടെ നല്ലതാണ്. തിരിച്ചറിഞ്ഞു. നമുക്കെല്ലാം അതാണ്. നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബാബികളൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇത്രയധികം കൂദാശകൾ സ്വീകരിച്ച, ഇത്രയധികം വചനം കേട്ടോണ്ട് നമുക്ക് ഇതുവരെ ഒരു റിയലൈസേഷൻ, തിരിച്ചറിവ് വന്നിട്ടില്ല. പൗലോസിലേക്ക് വന്ന തിരിച്ചറിവിനെ കുറിച്ച് ബെനഡിക്റ്റ് പാപ്പ പറയാണ്, ഞാൻ തെറ്റായ വഴിയിലായിരുന്നു, ഇനി ശരിയായ വഴിയിലേക്കാകാം. നോ, ഞാൻ ഏത് വഴിയിലായിരുന്നോ ആ വഴിയിൽ നിന്ന് ക്രൈസ്റ്റ് ഹാസ് മേഡ് മീ ഹിസ് ഓൺ. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതാണ് പൗലോസിന് വന്ന തിരിച്ചറിവ്. കേട്ടുന്നുണ്ടോ? ഞാൻ എന്തായിരുന്നോ ആ അവസ്ഥയിൽ ഈശോ എന്നെ സ്വന്തമാക്കി. ശരിക്കും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഇത് തന്നെയല്ലേ മാനസാന്തരം? നിങ്ങളൊരു കുമ്പസാരം നടത്തുമ്പോൾ, നിങ്ങളൊരു ധ്യാനം കൂടി, നിങ്ങളൊന്ന് ലൈഫിലൊരു പ്രത്യേക സ്റ്റേജിലെത്തി നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുകയാണ്. ഈ മാനസാന്തരത്തിൻ്റെ എല്ലാം ബേസായിട്ട് കിടക്കുന്ന എന്താണ്? ഈ പാപിയായ എന്നെ, ഈ തല്ലിപ്പൊളിയായ എന്നെ, ഈ മോശമായിട്ട് നടന്ന എന്നെ ഈ അവസ്ഥയിൽ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. ശരിക്കും വരേണ്ട മാനസാന്തരം അതാണ്. ശരിക്കും നിങ്ങൾ കള്ളുകൂടി നിർത്തി, നിങ്ങൾ ചീത്ത സ്വഭാവം നിർത്തി, അതാണോ മാനസാന്തരം? നാളെ പുത്തൻ പൊട്ടത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് സ്ഥായിയായ, സ്ഥിരമായ, കൺസിസ്റ്റൻ്റ് ആയ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്, ഈ പാപിയായിരുന്നു എന്നെ, ഈ വീണുപോയ എന്നെ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 22-ാമത്തെ അധ്യായം എടുക്കാവോ? 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ തൻ്റെ മാനസാന്തരത്തിൻ്റെ ആ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. 22-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും പൗലോസ്ലീഹ സ്വയം ഇങ്ങനെ തൻ്റെ മാനസാന്തര കഥ പറയുന്നുണ്ട്. 22-ാമത്തെ അധ്യായം എടുക്കുക, അതിൻ്റെ 11-ാമത്തെ വാക്യം. എന്നുവെച്ചാൽ പൗലോസ്ലീഹ അവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 22 അപ്പോസ്തല പ്രവർത്തനം 22 അതിൻ്റെ 11-ാമത്തെ വാക്യം അവർക്ക് വായിക്കാമോ? പ്രകാശത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ചെന്നെ നടത്തി, അങ്ങനെ ഞാൻ ദമാസ്കസിലേക്ക് എത്തി. എന്താണ് ഈ പ്രകാശം? ഓർക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവർത്തനം 9 നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ശബ്ദം, ഒരു മിന്നലൊളി, ഒരു വലിയ വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ തീക്ഷ്ണത കാരണം 3 ദിവസമൊക്കെ ഇങ്ങനെ കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതെങ്ങനെ നിങ്ങൾ ആത്മീയമായിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ടോർച്ച് എടുത്ത് കണ്ണിലടിച്ച് നോക്കുക. വല്ലതും കാണാൻ പറ്റും? പിന്നെ ഇല്ല. ഞാനതിനെ ലൈറ്റാക്കിയതല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെച്ചാൽ നമ്മളൊരു ടോർച്ച് ലൈറ്റ് എടുത്ത് കുറച്ച് നേരം നമ്മുടെ കണ്ണിലേക്ക്, ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനത്തെ കുസൃതിയൊക്കെ കാണിച്ചാണ് അല്ലേ? ചെയ്തോ? കയ്യിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഈ ചുമല അല്ലേ? നിങ്ങളങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലേ? എന്നാ ചൈൽഡ്ഹുഡാണ് നിങ്ങളുടെ. ചിലപ്പോൾ നമ്മളിങ്ങനെ കണ്ണിലിങ്ങനെ അടിച്ചു നോക്കി, ഇല്ലെങ്കിൽ വീട്ടിലെ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ ഒക്കെ കണ്ണിലിങ്ങനെ. അപ്പോൾ കുറേ നേരത്തേക്ക് ബ്ലൈൻഡായിട്ടോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അത് ചിന്തിച്ച് നോക്കും, ഒരു ടോർച്ച് വെട്ടം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ അങ്ങനെ കാണാൻ പറ്റാണ്ട് പോലത്തെ അവസ്ഥയാവും. പൗലോസ്ലീഹ പറയാണ്, 3 ദിവസം കണ്ണ് കാണാണ്ട് പോയി. എന്നുവെച്ചാൽ അത് എന്നാ വെട്ടം ഓർത്ത് വയ്ക്കും. സൂര്യനല്ല, ഇപ്പം നമ്മൾ സൂര്യനെ നോക്കിയ സമയത്ത് പോലും കുറച്ച് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും കാണാം. അത്ര തീക്ഷ്ണതയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയാം 22:1 ഇങ്ങനെ വായിക്കും, വെളിച്ചത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. പ്രകാശത്തിൻ്റെ തീക്ഷ്ണത, അതിൻ്റെ ഒരു ഗ്രാവിറ്റി കാരണം. ആ വെളിച്ചം എന്താണ്?
എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം ഭൂമിയിലേക്ക് വരാനിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ സ്നാപയോഹന്നാനും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ ചേർത്ത്, പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:1 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ മേൽ കർത്താവിന്റെ മഹത്വം പ്രകാശം ഉദിച്ചിരിക്കുന്നു. നിന്റെ മേൽ അവിടുന്ന് ഈ ഇരുട്ടിൽ കർത്താവിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈശോയെ കണ്ടത് ഒരു പ്രകാശമായിട്ട് പൗലോസ് എഴുതി വെക്കുകയാണ്. ഞാൻ കണ്ടത് എന്താണ്? ഈശോ എന്ന വെളിച്ചത്തെയാണ്. ആ വെളിച്ചത്തിന്റെ തീക്ഷ്ണത കാരണം 3 ദിവസം കാണാൻ പറ്റിയെന്ന് വെച്ചാൽ അതെന്നാ വെട്ടമെന്ന് ഓർത്ത് നോക്കുക. ആ വെട്ടം മുഴുവൻ, ആ വെളിച്ചം മുഴുവൻ പൗലോസ്ലിഹയെ മുടി മുതൽ നഖം വരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച ഈശോയുടെ ഒരു അഭിഷേകം ഉണ്ട്. പൗലോസ്ലിഹ ചങ്കിൽ നിന്ന് ആഴത്തിലെടുത്ത് പറയുന്ന യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വഭാവം എന്നല്ല, മൈ ടോട്ടാലിറ്റി. ഞാൻ എന്തായിരിക്കുന്നു അങ്ങനെ ഈശോ എന്നെ സ്വന്തമാക്കി. ഈ പ്രകാശം മുഴുവനും കൂടെ എന്നെ ഇങ്ങനെ ആവസിച്ചിങ്ങനെ പൊതിഞ്ഞു പിടിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ശരിക്കും കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, നിങ്ങൾ നാവിലേക്ക് ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് അത് നാവിനെ തൊട്ട് നിങ്ങളുടെ ഉദരത്തിലേക്ക് കയറുകയല്ല. ഈ നമ്മൾ പറയില്ലേ, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നൊക്കെ പറയില്ലേ, ഉള്ളിൽ സ്വീകരിക്കുന്നു പറയുമ്പോൾ ചിന്തിക്കരുത് ഇത് ഈ ഒരു അവയവത്തിലേക്ക് പോയി, ആന്തരിക അവയവത്തിലേക്ക് പോയി. ഹീസ് ടേക്കിംഗ് യു ടോട്ടലി, ഹീസ് കവറിങ് യു ടോട്ടലി. വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ, കുമ്പസാരിക്കുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ, ഒരു കൈവപ്പ് കിട്ടുമ്പോൾ, തൈലം പൂശൽ ശുശ്രൂഷയിലൊക്കെ പങ്കെടുപ്പോൾ ഓർക്കണം, കംപ്ലീറ്റ്ലി ഹീസ് ടേക്കിംഗ് ഓവർ യു. നമുക്കത് ചുമ്മാ ഇരുന്ന് ചിന്തിച്ചാൽ പിടിയിട്ടില്ല. നിങ്ങളൊന്ന് പള്ളിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കണം ഈ കാര്യങ്ങളൊക്കെ. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കണം ടോട്ടലി. എൻ്റെ സ്വഭാവം, എൻ്റെ പ്രത്യേകതകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ പരാജയം, എൻ്റെ കുടുംബം, ഞാൻ എന്തവസ്ഥയിലാണോ ഈ വെളിച്ചത്തിൻ്റെ തീക്ഷ്ണത എന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ അങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ പാപിയെ, ഈ രോഗിയെ, പരാജയപ്പെട്ടു പോയി ബ്രോക്കണായിട്ട് നിൽക്കുന്ന ആളെ ആര് സ്വന്തമാക്കിയിട്ടുണ്ട്? ഈശോ സ്വന്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഈശോ സ്വന്തമാക്കിയെന്ന് അറിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. എന്നാണെന്നറിയോ? ഈ പഴയതെല്ലാം തൂരി എറിഞ്ഞിട്ട് പുതിയതായി തീരുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോഴും മാനസാന്തരപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കിപ്പോഴും നമ്മുടെ പഴയ കെട്ട വഴികൾ ഒക്കെ കളയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഈശോയുടെ ഈ വെട്ടം കൃത്യമായിട്ട് അടിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. നമ്മൾ തൽക്കാലം ഈശോയെ ഇച്ചിരി ലൈറ്റ് അടിച്ചാൽ മതി, തൽക്കാലം ഈ കടം മാറാനുള്ള ലൈറ്റ് എന്നെ നോക്ക്, തൽക്കാലം ഈ വേദന ഒന്ന് മാറാനുള്ള കുറച്ച് നോട്ടം. അങ്ങനെയാണല്ലോ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത് അല്ലേ? ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഈ നിയോഗം ഒന്ന് നടന്നു കിട്ടുന്നവരെ കുറച്ചു നേരം കർത്താവിൻ്റെ ലൈറ്റ്. നോ, നമുക്ക് വേണ്ടതൊരു പൂർണ്ണമായൊരു ആവാസമാണ്. ഈശോ നമ്മളെ ഫുള്ളായിട്ട് അങ്ങ് എടുക്കണം. അതുകൊണ്ടാണ് പൗലോസിലേക്ക് അവസാനമൊക്കെ ആവുമ്പോൾ പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ്. എന്ന് വെച്ചാൽ ഞാനല്ല ജീവിക്കുന്നത്. ആരാ ജീവിക്കുന്നത്? ഈശോ ആണ് ജീവിക്കുന്നത്. ആ വെട്ടം മുഴുവനും കൂടെ പൗലോസിനെ കവർ ചെയ്യാണ്. എന്തൊരു ജീവിതമാണെന്ന്, എന്തൊരു ജീവിതം. നമ്മളെവിടെ എത്തി? നമ്മൾ 10 തവണ പള്ളിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയാണ്, അയ്യോ ഇതുപോലൊരു വിശുദ്ധൻ ഈ നാടിനുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ച്, അല്ല നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ നടക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വെളിച്ചം മുഴുവനായി പൗലോസ്ലിഹനെ ആവസിച്ച്, പൗലോസ്ലിഹയുടെ മുമ്പിൽ പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ, പഴയതെല്ലാം കളഞ്ഞ് ആരായി മാറുക? പുതിയതായിട്ട് മാറുക. നമുക്ക് ഈ കുദാശകൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ വചനം കേൾക്കുമ്പോഴെല്ലാം നമുക്ക് സംഭവിക്കേണ്ടതാണ്, ഇനി പഴയതുപോലെയല്ല. ഈ ആലയത്തിലേക്ക് കടന്നു വന്നു, ഇവിടുന്ന് തിരിച്ചു പോകുന്നത് പഴയതുപോലെയല്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും പോകുന്നത് ഒരു പഴയ മനുഷ്യനായിട്ടാണ്. ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇറങ്ങി വരുന്നത് പുതിയ മനുഷ്യനായിട്ട് ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ കൂദാശയുടെ വെളിച്ചം മുഴുവനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം എടുക്കാമോ? പൗലോസ്ലിഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിൽ ആയിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. വായിച്ചു. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. എന്ന് വെച്ചാൽ ശരിക്കും ഒരു ധ്യാനമൊക്കെ കൂടി, ഒരു വചന ശുശ്രൂഷ കൂടി, ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട, നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട മാനസാന്തരവും റിയലൈസേഷൻ, തിരിച്ചറിവ് ഇതാണ്. എൻ്റെ ആ വഞ്ചന നിറഞ്ഞ എൻ്റെ ആ പഴയ മനുഷ്യനെ മുഴുവൻ ഞാൻ ദൂരെ എറിഞ്ഞ് മനസ്സിൻ്റെ ചൈതന്യം വഴി,
നവീകരിക്കപ്പെടുക. നമ്മളിങ്ങനെ പറയില്ലേ, നവീകരണത്തിലേക്ക് വന്നത് 1990-കളിലാണെന്നൊക്കെ പറയില്ലേ, നവീകരണത്തിലേക്ക് വന്നത് 1980-കളിലാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയും, നമ്മൾ കേട്ടില്ലേ. എന്താണ് ആ നവീകരണം? പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യനായി തീരുക. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്ന് വെച്ചാൽ ആരെ പോലെ ആയിത്തീരുക? ശരിക്കും പറഞ്ഞാൽ ഈശോയെ പോലെ ആയിത്തീരുക. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഛായ സാദൃശ്യം, ഇങ്ങനെ നോക്കിയാൽ ആരെ കാണാം? ദൈവത്തെ കാണാം എന്ന് പറയണമെങ്കിൽ അത് ആരെ നോക്കണം? ഈശോയെ കാണാം. പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് വെച്ചാൽ ഈശോയെ പോലെ ആയിത്തീരുക. ധരിക്കുക എന്ന് വെച്ചാൽ പിടികിട്ടുന്നില്ലേ? ഈ ഷർട്ട് ഇടുമ്പോൾ, ഈ ലോഹ ഇടുമ്പോൾ എൻ്റെ ശരീരം കവർ ചെയ്യപ്പെടുകയാണ്. ഈശോയെ ധരിക്കുക എന്ന് വെച്ചാൽ, അതായത് എനിക്ക് എത്ര പൊക്കമുണ്ടോ അത്രയും പൊക്കത്തിൽ ആരെയും കൊണ്ട് കവർ ചെയ്യുന്നു? ഈശോയും കൊണ്ട് കവർ ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പുതിയ മനുഷ്യനെ ധരിക്കുക, ഈശോയെ ധരിക്കുക. അങ്ങനെ ഈശോയെ ധരിച്ചാൽ, ഈശോയോട് ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് ചില സമയത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്ന ഈ ഒരു ദൈവഹിതം അറിയാതെയോ, ഈ പോകുന്ന വഴി കറക്റ്റാണെന്നോ, കർത്താവിൻ്റെ ഹിതം അറിയാതെയോ ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കിട്ടുന്നില്ല, എല്ലാം ശൂന്യതയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫിൽ ശരിക്കും ജീവിതത്തെക്കുറിച്ചുള്ള ജനനം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു കിട്ടും. ഞാൻ ചുമ്മാ വാക്കുകൾ നാക്കിലേക്ക് വന്നത് എടുത്ത് പറയല്ല, ദിസ് ഈസ് എ റിയാലിറ്റി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഓരോ ഘട്ടവും അവസാനം വരെ കൃത്യമായിട്ട് ഈശോ നിങ്ങളോട് പറഞ്ഞുതരും. എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യമായിട്ട്. ചില സമയത്ത് ഇങ്ങനെ സങ്കടങ്ങൾ വരുമ്പോൾ, വീട്ടിലൊരു പരാജയമൊക്കെ വരുമ്പോൾ, നിങ്ങളുടെ ലൈഫ് ഒരു തോൽവിയാണെന്നൊക്കെ തോന്നി, ഇനി മുമ്പോട്ട് പോകേണ്ട, ഇതിനൊരു അർത്ഥമില്ലെന്നൊക്കെ തോന്നുമ്പോൾ, ശരിക്കും ആ അർത്ഥം പിടികിട്ടണമെങ്കിൽ ഈശോയോട് ചേർന്നിരിക്കണം, ഈശോയെ ധരിക്കണം, അവിടുത്തെ ഹൃദയത്തോട് ചേർന്നിരിക്കണം. എന്നാലേ ലൈഫിൻ്റെ ഒരു ബ്യൂട്ടി മുഴുവൻ പിടികിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെ പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ചുള്ള വിധി കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ലോകത്തിൻ്റെ ഒരു കാറ്റഗറിയിലും പെടാതെ, ലോകത്തിൻ്റെ ഒരു വിധികൽപ്പനയിലും പെടാതെ ഈശോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ മുഴുവൻ മാധുര്യവും സൗന്ദര്യവും അതിൻ്റെ ശക്തിയും അതിൻ്റെ കൃപയും അതിൻ്റെ മഹനീയതയും മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ലോകം എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റ് മാറ്റി എഴുതി ഈശോ നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ എഴുതി തന്നിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഹിതം അറിയണമെങ്കിൽ അവനെ പൂർണ്ണമായിട്ട് ധരിക്കണം. അവനെ ധരിക്കണമെങ്കിൽ പഴയ ഷർട്ടൂരി ദൂരെ കളയണം. പഴയ ഷർട്ടൂരി ആ പഴയ മനുഷ്യനെ ദൂരെ കളയണം. ആ കളയുന്ന സമയമാണ് കൂദാശകൾ. ഈശോയെ സ്വീകരിക്കുന്ന പുതിയ ഷർട്ട്, പുതിയ ഉടുപ്പ്, പുതിയ വ്യക്തിയെ സ്വീകരിക്കുന്ന സമയവുമാണ് കൂദാശയുടെ സമയം. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുക്കാമോ? മുമ്പോട്ട് മറിച്ചാൽ മതി, അല്ല പുറകോട്ട് മറിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ, ഈശോയെ സ്വീകരിച്ച പൗലോസ്ലീഹയ്ക്ക് തൻ്റെ ജന്മ ഉദ്ദേശം പോലും പിടികിട്ടുകയാണ്. ഈശോയെ സ്വീകരിച്ചതിന് ശേഷം അതിനു മുമ്പ് ഇങ്ങനെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ മാർഗം കൂടി ആളുകളെ കൊല്ലണം എന്നൊക്കെ ഉള്ളായിരുന്നു, ദമാസ്കസിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളായിരുന്നു പൗലോസ്ലീഹയുടെ ജീവിത ലക്ഷ്യം. പക്ഷേ എന്തിനു വേണ്ടി ഞാൻ ജനിച്ചു എന്നുള്ളൊരു ക്ലാരിറ്റി പോലും പൗലോസ്ലീഹയ്ക്ക് കിട്ടുക ഈ ഈശോയെ സ്വീകരിച്ചതിന് ശേഷമാണ്. ഈശോ ഉള്ളിൽ വളരാൻ തുടങ്ങിയതിന് ശേഷമാണ്. അവിടെ ഗലാത്യരോട് പിന്നീട് പറയും, കുഞ്ഞുമക്കളെ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു വ്യഗ്രതയുണ്ട്. യേശുക്രിസ്തു നിങ്ങളിൽ ഫോം ചെയ്യുന്നവരെ, രൂപം കൊള്ളുന്നവരെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഈറ്റുനോവ് അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഗലാത്യർക്ക് ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ ഉറക്കെ വായിക്കാമോ? മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് തന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. നിങ്ങൾ ബൈബിളൊക്കെ അടയാളപ്പെടുത്തിയിടുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ അടയാളപ്പെടുത്തിയിടണം കേട്ടോ. അത് പൗലോസ്ലീഹയ്ക്ക് ബോധം കിട്ടുകയാണ്, ഞാൻ എന്തിനാ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പം മുതൽ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ കർത്താവ് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് തന്നെ വിളിച്ചു. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സങ്കടത്തിൽ വളരെ ലോക്കലായിട്ട്, വളരെ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു സംഭാഷണത്തിൽ പറയും, എന്തിനായിരുന്നോ ഈ ജന്മം. നമ്മുടെ പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. സങ്കടത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ജോബ് പൊട്ടിത്തെറിച്ച് കരയുന്നുണ്ട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, എൻ്റെ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായെന്ന വാർത്ത ലോകം കേട്ട ആ ദിവസം ഇല്ലാതാവട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ വലിയ വേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരൻസിനോട് പോലും ചോദിക്കും, ജനിച്ചപ്പോഴേ അങ്ങ് ഞെക്കിപ്പിഴിഞ്ഞ് കൊന്നാ പേരായിരുന്നോ, എന്നിട്ട് വേണം അവർ ജയിലിൽ പോകാൻ അല്ലേ. നമ്മൾ ചിലപ്പോൾ സങ്കടത്തിൽ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വേദന വരുമ്പോഴേ ചിലപ്പോൾ എന്തിനാ കർത്താവ് ഇങ്ങനെ ഒരു ജന്മം തന്നത്. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രം ഈശോ പറയുന്ന ഒരു സുവിശേഷം പൗലോസ്ലീഹയുടെ നാവിലൂടെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു, കൃപയോടെ നിന്നെ ഞാൻ വിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജന്മം വെറുതെ ആണോ? ആ കൃപ നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ആ കൃപ നമ്മൾ
ഫ്രൂട്ട്ഫുൾ ആക്കിയിട്ടുണ്ടാവില്ല, അത് ഫലദായകമാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ശ്രദ്ധ തെറ്റി വഴി മാറിയൊക്കെ നടന്ന് ഈശോ തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടാവില്ല. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ എന്തായിരിക്കുന്നു അത് ഞാൻ എന്തായിരിക്കുന്നു അത് കൃപയാലാണ്. അത് നമുക്കും പറയാം, ഞാൻ എന്താണോ അത് ഈശോയെ നീ തന്ന കേട്ടോ, എളിമയിൽ ഞെളിഞ്ഞു കുത്തിയൊക്കെ നമ്മൾ പറയും, നീ തന്നതേ ഉള്ളു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി അഹങ്കാരമൊക്കെ കാണിക്കും. പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഭയങ്കരം, ഒരു ജൈജാന്റിക് വെല്ലുവിളിയാണ് പൗലോസ് പറയുന്നത്. അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപയൊന്നും ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ലെന്ന്, നിഷ്ഫലമായിട്ടില്ലെന്ന്. അങ്ങനെ പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? മെറ്റേ എളുപ്പമാണ്, അങ്ങ് തന്നതല്ലാതെ എന്തുണ്ട് ഈ ജീവിതത്തിൽ. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങ് തന്നതൊന്നും ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് പറയണം, അത് എനിക്ക് പെട്ടെന്നൊരു ദിവസം കിട്ടിയതല്ല, ദമാസ്കസിലേക്കുള്ള യാത്രയിൽ കിട്ടിയതല്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ അവിടുന്ന് കൃപ തന്നു. ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റി. എപ്പോൾ? ഈശോയെ സ്വീകരിച്ചപ്പോൾ, ഈശോ എൻ്റെ സ്വന്തമാണെന്നും ഈശോ എന്നെ സ്വന്തമാക്കിയെന്നും തിരിച്ചറിഞ്ഞപ്പോൾ, ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതലേ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എനിക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പറ, നിങ്ങളുടെ ജീവിതം വെറുതെ ആണോ? നാട്ടുകാർ പറഞ്ഞാണ്, വീട്ടുകാർ പറഞ്ഞാണ്, ബന്ധുക്കൾ പറഞ്ഞാണ്, അപ്പനും അമ്മയും പറഞ്ഞാണ്, നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും ചുമ്മാ വേസ്റ്റ് ജീവിതം. പറ, വേസ്റ്റ് ആണോ? അല്ല. കാരണം എന്താണ്? അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതലേ അവിടുന്ന് എന്നെ കണ്ടു, തെരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത സ്റ്റേറ്റ്മെന്റ് പൗലോസിലെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണലി ആയിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കത് സ്വീകരിക്കണം. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, പ്രസംഗിക്കാനല്ല പൗലോസ്ലീഹായ്ക്ക് വിളി കിട്ടിയത്. തെറ്റിദ്ധരിച്ചേക്കല്. പ്രസംഗിക്കാൻ, വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുക എന്നുള്ളതല്ല ആ വിളി, ആ കൃപ. എന്താണ്? വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. സോ പ്രസംഗിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? വെളിപ്പെടുത്തി. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ഞാൻ ഒരു മനുഷ്യന്റെ ഉപദേശം തേടാൻ നിന്നില്ലെന്ന്. കാരണം എന്നോട് ആരും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ ഈശോയെ കുറിച്ച് പറയുന്നത്, ഞാൻ എവിടെ വായിച്ചിട്ടല്ല. നമ്മളും പൗലോസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയും? നമ്മൾ വായിച്ചത്, നമ്മൾ കേട്ടത്, നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നത് നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഈ അനുഭവിച്ചറിഞ്ഞൊരു ഈശോയുണ്ട്, വെളിപ്പെട്ട് കിട്ടിയ ബോധ്യങ്ങളുണ്ട്. അത് പറയണമെങ്കിൽ നമുക്ക് ഒരൊറ്റ വഴിയുള്ളൂ, അടുത്തിരുന്നാൽ, ഈശോയെ ധരിച്ചാൽ മാത്രമേ ആ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, എന്നെ ഈ വിളിച്ചത് പ്രസംഗിക്കാനാണ്. ബട്ട് ആ പ്രസംഗിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം അവനെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതുണ്ടായിരുന്നു. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവൻ എന്താണെന്നറിയോ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ആകെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ കൂട്ടായ്മയെ നയിക്കാൻ വേണ്ടി നിങ്ങളെ ആയിരിക്കും ഈശോ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഈശോ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ മാത്രമായിരിക്കും. അതിനാദ്യം നിങ്ങൾക്ക് അവനെ തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇരുന്ന് കൊടുത്താലേ വെളിപ്പാട് കിട്ടത്തുള്ളൂ, ഇരുന്ന് കൊടുത്താലേ പറ്റുള്ളൂ. നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഈശോയ്ക്ക് സമയം കൊടുക്കാതെ, ആരാധനയ്ക്ക് സമയം കൊടുക്കാതെ, ഈ പെടാപ്പാട് വെട്ട് ഓടുന്ന സമയത്ത് ഈശോയ്ക്ക് നിന്നോട് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരാറുണ്ട്. നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, ഈശോയ്ക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ പോലും അവൻ വിളിച്ച് കൃപ തന്നത് തന്നെ വെളിപ്പെടുത്താനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയേ, സഭയിലെ ഐ ടേക്ക് ഇറ്റ് ആസ് എ സെൽഫ് ക്രിറ്റിസിസം, സഭയിലെ എല്ലാ വൈദികരും, മെത്രാന്മാരും, സന്യസ്തരും, വചനപ്രഘോഷകരും, സഭയിൽ മാമോദീസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ഇതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ ഇടപെട്ട് സഭയിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയുണ്ടാക്കി വെച്ച ചില കാര്യങ്ങൾ, ഒരുമിച്ച് പോകേണ്ടതിന് പകരം വിഘടിച്ചു പോയത്, ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും മുറിച്ച് ആ ക്രിസ്തു നിൻ്റെത്, ഈ ക്രിസ്തു നിൻ്റെത്, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്രിസ്തു, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വഴക്കുണ്ടാക്കാൻ പോയതിൻ്റെ പിന്നിൽ പെട്ടുപോയത് ഇതാണ്. നമ്മൾ വെളിപാടുകൾ കിട്ടാൻ വേണ്ടി ഇരുന്നില്ല. എന്നെ വിളിച്ചത് പ്രസംഗിക്കാനാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സുഖമുണ്ട്. പക്ഷേ എന്നെ വിളിച്ചത് ആ വെളിപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെളിപാട് സ്വീകരിക്കാതെ ഞാൻ ഇറങ്ങി പ്രസംഗിച്ചാൽ ചിലപ്പോൾ നന്മയേക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിന്മയായിരിക്കും. ഐക്യത്തെക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അനൈക്യങ്ങളായിരിക്കും. സ്നേഹത്തെക്കാൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറുപ്പും ശത്രുതയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, സുവിശേഷ പ്രഘോഷം നടത്തുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വെളിപാടുകൾ കിട്ടാൻ വേണ്ടി, അവരൊന്ന് ഈശോയുടെ അടുത്തിരിക്കാൻ വേണ്ടി. ഈശോയുടെ അടുത്തിരിക്കാതെ ഇറങ്ങിയാൽ അത് ചിലപ്പോൾ നന്മയേക്കാൾ കൂടുതൽ തിന്മ മാത്രമേ വരുത്തി വയ്ക്കുള്ളൂ. കാലത്തിൻ്റെ വായനകൾ കണ്ണു തുറന്ന് വായിച്ചില്ലെങ്കിലും ഹൃദയം തുറന്ന് വായിച്ചാൽ അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഈശോയുടെ അടുത്തിരിക്കാതെ
ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളുടേതല്ലേ നമ്മുടേതല്ലേ എന്ന് പറഞ്ഞെടുത്ത് നമ്മുടേതെല്ലാം ഉണ്ടായി, ഞങ്ങളുടേതെല്ലാം ഉണ്ടായി, ഈശോ മാത്രം ഇല്ല. ഈശോ ഇല്ലാത്തതെല്ലാം പൊട്ടിത്തകർന്ന് പോയി. പൗലോസ്ലീഹ ഇങ്ങനെ സഭയോട് ചോദിക്കുന്നുണ്ട്, ഹാസ് ക്രൈസ്റ്റ് ബീൻ ഡിവൈഡഡ്? ക്രിസ്തു വിഭജിക്കപ്പെട്ടോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടോ? ഇന്നാണെങ്കിൽ പൗലോസ്ലീഹ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ക്രിസ്തുവിനെ വിഭജിച്ചോ? വിഭജിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടും ഉയർത്തി കണ്ണുകളും നടച്ച് തിരുസഭയ്ക്ക് വേണ്ടി, സഭയിലെ എല്ലാ വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സുവിശേഷം പറയാനും ജീവിക്കാനും വിളിക്കപ്പെട്ട എല്ലാ വൈദികരുടെ മേലും ആത്മാവ് ഒരു പുത്തൻ ശക്തി അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ലക്ഷ്യം മാറിപ്പോയ വൈദികർ, വഴിവക്കിൽ സഭയെ നാണം കെടുത്തുന്ന വൈദികർ, ജീവിതത്തിൻ്റെ ചില നടപ്പുകൾ കൊണ്ട് സഭയെ നാണം കെടുത്തുന്ന വൈദികർ എല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞു ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വൈദികർ അവരുടെ ലക്ഷ്യം മറന്ന് മറ്റാനന്ദങ്ങളിലേക്കും കയ്യടികളിലേക്കും ഒക്കെ പോയെങ്കിൽ അവർ ഈശോയെ മാത്രം പ്രഘോഷിക്കാൻ, ഈ തന്ന ജീവിതം ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയ എല്ലാ വൈദികരെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് ഈ സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭ തെരുവീതികളിൽ നാണം കെടുമ്പോൾ ഈശോയെ, അങ്ങയുടെ സഭയെ നയിക്കാൻ 100 കണക്കിന് വിശുദ്ധരായ വൈദികരെ അങ്ങ് അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് സഭയിൽ അങ്ങനെയൊക്കെ അതും ഇതൊക്കെ നടക്കുന്നു, അവിടെ പള്ളികളിൽ അതുണ്ടാകുന്നു, രൂപതകളിൽ അതുണ്ടാകുന്നു, അച്ഛന്മാർ വഴിതെറ്റുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരാൾ വീണാൽ 100 എണ്ണം എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാമോ? ഇല്ല, നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നേ, ഇതെന്നാ ഇങ്ങനെ ഈശോ ഇത് നോക്കുന്നില്ലേ, സഭയിൽ ഇങ്ങനെ വീഴ്ച വരുന്നത് കാണുന്നില്ലേ, വഴക്കുണ്ടാക്കുന്നത് കാണുന്നില്ലേ, ഇത് മറിക്കുന്നതും അതും തിന്നതും ഇതൊക്കെ കാണുന്നില്ലേ? എനിക്കും നിങ്ങൾക്കും എല്ലാം സങ്കടമുണ്ട്, ശരിയല്ലേ? എല്ലാവർക്കും സങ്കടം. നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് തെരുവീതികളിൽ സഭ നാണം കെടുന്ന സമയത്ത്, അക്രൈസ്തവരുടെ മുമ്പിൽ സഭ നാണം കെടുന്ന സമയത്ത്, കർത്താവേ തീഷ്ണതയുള്ള ഒരു 100 പേരെ അങ്ങ് ഒരാൾ വീഴുമ്പോൾ ഉണർത്തണേന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ പ്രാർത്ഥിക്കോ? മതി, അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വേറെ എന്നാ പ്രാർത്ഥിക്കണ്ട, വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഇത് പ്രാർത്ഥിച്ചാൽ മതി. പൗലോസ്ലീഹയുടെ ഒരു പൊടിയെങ്കിലും കിട്ടിയ, ഒരു തീയെങ്കിലും തൊട്ട ഒരാളെ, അങ്ങനെ ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭയുടെ അവസ്ഥ എന്തായിരുന്നു ചിന്തിച്ചു നോക്ക്. തീ പോലെ ഇറങ്ങണമെന്നൊന്നും നമ്മൾ ഇവരെ പാട്ട് പാടേണ്ട കാര്യമില്ല, തീ കത്തി പടരില്ല അടുത്തേക്കും. അതിനുവേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പിടികിട്ടിയോ? പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം, ഈ ജന്മം വെറുതെ അല്ലെന്നും ഈ ജീവിതം കർത്താവ് അനുഗ്രഹിച്ചതാണെന്നും ഇതിനൊരു ലക്ഷ്യമുണ്ടെന്നും പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു. എപ്പോൾ? പുതിയൊരു മനുഷ്യനായി ഈശോ എന്നെ സ്വന്തമാക്കിയെന്ന് അറിഞ്ഞപ്പോൾ. ഇനി ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ജനിച്ചു, എന്തായാലും ജനിച്ചു, ശ്രദ്ധിച്ചിരിക്കണം, എന്തായാലും ജനിച്ചു, ജീവിക്കണം. ഇതൊരു വലിയ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയാണ്, അതായത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ബോറൻ സമയമാണ് ഈ ജീവിതം. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ബോറൻ സമയമാണ് ഈ ജീവിതം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ലക്ഷ്യം ക്ലിയർ അല്ലെങ്കിൽ തോന്നും എന്നാ ബോറായി ലൈഫ് എന്നൊക്കെ, അല്ലേ? ജനിച്ചു, നമ്മൾ എന്തായാലും മുമ്പോട്ട് ജീവിക്കണം, നമ്മൾ അതിജീവിക്കണം. അപ്പം അത് മീനിങ്ലെസ് ആയിട്ട് അർത്ഥമില്ലാതെ എന്തോ ആരോ ഉന്തിവിട്ട ഒരു കടലാസ് തോണി പോലെ ഒഴുകി നീങ്ങേണ്ട ഒരു ജീവിതമല്ല ഇത്. തുടക്കം തന്നത് ആരാണ്? ഈശോയാണ്. ഇത് എത്തേണ്ടത് ആരിലാണ്? ഈശോയിലാണ്. അങ്ങനെയെങ്കിൽ ഒരു സ്പിരിച്വൽ ലോജിക്കിൽ ചിന്തിച്ചാൽ ഈ ബോട്ട്, ഈ കുഞ്ഞു വള്ളത്തെ നയിക്കേണ്ടതും ആരാണ്? ഈശോയാണ്. എൻ്റെ പൗലോസ്ലീഹ തൻ്റെ ജനനത്തെക്കുറിച്ച്, ജന്മ ഉദ്ദേശം ക്ലിയറായ ആൾ, തൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകേണ്ടതും ഈശോയിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഗലാത്യക്കാരോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സുവിശേഷ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വചനം ഇതാണെന്ന് തോന്നുന്നത്. ഗലാത്യ 2:20. എൻ്റെ ഐഹിക ജീവിതം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ, ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ജന്മത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞു പൗലോസ്ലീഹ, അത് ഈശോയെ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവനെക്കുറിച്ച് പറയാനാണ്. 2, ഈ മുമ്പോട്ടുള്ള ജീവിതം 30, 60, 70, 80 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഗലാത്യ 2:20 എടുത്തേ. നമ്മൾ ഇപ്പം എടുത്ത വചനത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഗലാത്യ 2:20 ഒരുമിച്ച് വായിക്കാം. നല്ല ഉറക്കെ വായിച്ചോ. പൗലോസ്ലീഹയുടെ സുന്ദരമായ സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നാണ്. വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് സകല കാര്യങ്ങളും.
ഇപ്പം എനിക്ക് മരിക്കാൻ തോന്നാണ്, ഇപ്പം എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നാണ്, ഇപ്പം എനിക്കിത് ഇത്രയും മതിയും തോന്നാണ്. പക്ഷെ ഞാൻ എഴുന്നേൽക്കാണ്. വൈ? എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഒരാളിൽ, ആരിൽ? ഈശോയിൽ വിശ്വസിച്ചു. നമുക്ക് ചിലപ്പോൾ ഈ സങ്കടം തോന്നാം, ആരും സ്നേഹിക്കുന്നില്ലല്ലോ, എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി ഈശോ തന്ന ആൾക്കാർ പോലും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, ജീവിക്കണ്ട, ആർക്കും എന്നെ വേണ്ടെങ്കിൽ എനിക്കും എന്നെ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ ഒരു ഇരുട്ടിൻ്റെ, ഒരു നിരാശയുടെ അന്ധകാരം ബാധിക്കുന്ന സമയത്ത് ചിലപ്പോൾ മതിയെന്നൊക്കെ തോന്നിപ്പോവാം. പക്ഷേ എനിക്ക് ജീവിക്കാനുള്ള സ്നേഹമാണ് ഈശോ തരുന്നത്. നിന്നെ സ്നേഹിക്കുകയും ആ സ്നേഹം പൂർത്തിയായത് എങ്ങനെയാണ്? നിന്നക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും ചെയ്തു. അപ്പൻ ചെയ്തിട്ടില്ല, ഇത് അമ്മ ചെയ്തിട്ടില്ല, ജീവിത പങ്കാളി ചെയ്തിട്ടില്ല, മക്കൾ ചെയ്തിട്ടില്ല, ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ടാവും ഇവരെല്ലാം സ്നേഹിച്ചിട്ടുണ്ടാവും. ആ സ്നേഹത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതൊന്ന് ചിന്തിക്കണം. നമുക്ക് അപ്പൻ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരാശയിലേക്ക് പോകുമ്പോൾ അപ്പൻ സ്നേഹിക്കുന്നതിനെക്കാട്ടും അമ്മ സ്നേഹിക്കുന്നതിനെക്കാട്ടും പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അതിൻ്റെ എക്സ്ട്രീം ഫോർമാറ്റിൽ ജീവൻ ബലിയർപ്പിച്ച് സ്നേഹിച്ച ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് എങ്ങനെ ജീവിതം അവസാനിപ്പിക്കും? പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പനും അമ്മയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പോയി ചോദിച്ചിട്ടുണ്ട്, അപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എടാ എല്ല് പൊടിയാക്കി തന്നിട്ടാണ് നിനക്ക് സ്നേഹിക്കുന്നത്, അല്ലേ? ചോര നീരാക്കിയിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്. ശരിക്കും ഒരു ചോര നീരാക്കിയോ? ബട്ട് ലിറ്ററലി ആ ചോര നീരാക്കി നിങ്ങളെ സ്നേഹിച്ച ഒരാളേ ഉള്ളൂ. യോഹന്നാൻ 19, 32, 34 വാക്യങ്ങളൊക്കെ വായിക്കും, കുത്തി നോക്കി. ഇനി ഈ ജീവൻ ഒന്നും പുറത്തോട്ട് വരാനില്ല, ചോരയും നീരും പുറത്തോട്ട് വന്നു. ലിറ്ററലി ചോരയും നീരും പുറത്തോട്ട് വന്ന് സ്നേഹിച്ച് കൈ വിരിച്ചു പിടിച്ച് ഇത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അപ്പനല്ല, അമ്മയല്ല, ജീവിത പങ്കാളിയല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഈശോ 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 മാത്രം. നമുക്ക് എങ്ങോട്ടും ഇട്ടേച്ച് പോകാൻ പറ്റില്ല. നമുക്ക് ഇനി സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി കരഞ്ഞ് നിലവിളിച്ച് ജീവിതം പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇനി ജീവിച്ചേ മതിയാവും. വൈ? നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ച് അവൻ ഇവിടെ ഉണ്ടെന്നും അവൻ നിന്നെ നയിച്ചോളെന്നും ജന്മം തന്നെങ്കിൽ മുന്നോട്ട് നയിക്കാൻ അറിയാമെന്നും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റുമെന്നും നിനക്ക് ബോധം തന്നുകൊണ്ടിരിക്കുന്ന ഈശോ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആ ഈശോ ജീവിക്കുന്നുണ്ടെന്നും കൂടെ ഉണ്ടെന്നും ഒക്കെയുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, അങ്ങനെ ഒരു ഇരുട്ട് വന്ന് നിങ്ങളെ മൂടാൻ ശ്രമിക്കുന്ന സമയത്ത് ഓടിക്കണം, പള്ളിയിലോട്ട് പോയി കൂദാശ സ്വീകരിക്കണം, വിശുദ്ധ കുർബാന അർപ്പിച്ച് നടത്തണം, കുമ്പസാരിക്കണം, കണ്ണ് തെളിഞ്ഞു കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടിയോ? ജീവിതത്തിന്റെ തുടക്കം. എൻ്റെ ജന്മം വെറുതെ അല്ല. ആണോ? നിങ്ങളുടെ ജന്മം വെറുതെ ആണോ? അല്ല. ഈ ജീവിതം വെറുതെ ആണോ? അല്ല. നിങ്ങൾക്ക് തോന്നി, ലോകത്തിന് തോന്നി ഇത് വെറുതെ ഒരു ജന്മം, കുടുംബത്തിന് ശാപം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തള്ളി താഴത്തേക്ക് ഇടിച്ചു കിട്ടി കളഞ്ഞായിരിക്കും. ജോസഫിനെ, പഴയ നിയമത്തിലെ ജോസഫിനെ ഒരു കുഴിയിലേക്ക് ഇടുന്നത് പോലെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞാണ്. ജീവിതം തോൽവിയായി പോയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി കാണും. ആ തോൽവിയായി പോയെന്ന് തോന്നി ആ കുഴിയിലേക്ക്, അത്രയും ആഴമുള്ള ആ ഗർത്തത്തിലേക്ക് കൈനീട്ടിപ്പിടിച്ച് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കുരിശയിൽ നിന്ന് കൈ പറിച്ച് നീട്ടിപ്പിടിക്കാണ്. പോരേന്നും പറഞ്ഞുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, കയ്യിലെ വലിയ മുറിവും കാണിച്ചുകൊണ്ട് കയറി വാ എന്നും പറഞ്ഞോണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നിരാശപ്പെട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സാർ. ഈശോ കൂടെ ഉള്ളെന്ന് ആ ബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് നിരാശപ്പെട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഈ സങ്കടങ്ങളെയൊക്കെ ഒരു പൊടിയിട്ട് കണ്ണടപ്പിക്കുകയല്ല. ഈ സങ്കടങ്ങൾ റിയാലിറ്റിയാണ്. നിങ്ങൾ തോറ്റുപോയിട്ടുണ്ട്, നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഒറ്റ കൊടുക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടിയും ചവിട്ടും തൊഴിയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോയ സമയങ്ങൾ വന്നിട്ടുണ്ടാകാം. യു ഹാവ് ടു ഗോ ഹെഡ്. ഈ ജീവിതം അങ്ങ് നീണ്ടു കിടക്കുന്നതുകൊണ്ടല്ല, ഈശോയുടെ കൈ നീണ്ടു നിൽക്കുന്നതുകൊണ്ട്. ഈശോയുടെ കൈ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ഈ ജീവിതം എത്ര നീണ്ടു നിന്നാലും ആ കയ്യെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. പലതരം ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിൻ്റെ അവസാനമുണ്ട്. അതായത് ജീവിതം തുടങ്ങി, ജീവിതം മുമ്പോട്ട് പോയി, ഇതിനൊരു അവസാനം ഉണ്ടല്ലോ. എന്നാണെന്ന് അറിയത്തില്ല. എത്ര കാലം ഈശോ ഏൽപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണം, എപ്പോഴാണ് കൃത്യമായിട്ട് ഈ പ്ലേറ്റ് ഒന്ന് മാറ്റേണ്ടത്, ഒന്നും നമുക്ക് പിടിയില്ല. ഈശോ കൃത്യസമയത്ത് വെളിപാടുകൾ തരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. പൗലോസിലേക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു. എത്ര കാലം ജീവിച്ചിരുന്നാലും അത്രയും കാലം ഈശോ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുക. ജന്മ ഉദ്ദേശം പിടികിട്ടി, ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയുടെ ലക്ഷ്യം പിടികിട്ടി. ഇനി അത് എത്ര കാലം നീളേണ്ടി വന്നാലും ആ കാലത്തോളം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു ബോധം പൗലോസിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 20:24 എടുക്കാമോ? എൻ്റെ 33-ാം പിറന്നാളിന് എനിക്ക് കിട്ടിയ വചനം ഇതാണ്. ഇനി അത് കിട്ടിയിട്ട് എത്ര വർഷമായി അത് ഞാൻ പറയൂല. എൻ്റെ 33-ാം പിറന്നാളിന് രാത്രിയിൽ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്. എനിക്ക് ഒരിക്കലും മറക്കില്ലാത്ത വചനങ്ങളൊന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം
ഇപ്പോൾ പറയുമ്പം എന്നെക്കുറിച്ച് ചിന്തിക്കരുത്. പൗലോസ്ലീഹ തൻ്റെ ജന്മോദ്ദേശം പിടികിട്ടി, ജീവിതത്തിൻ്റെ ലക്ഷ്യം പിടികിട്ടി. അതെന്ന് വരെ ഉണ്ടോ ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയാണ്. 20-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനം 20-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിച്ചേ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. 24 ഉറക്കെ വായിച്ചോ. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. 24-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആ വാക്യം ഒന്ന് നന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടോ. എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് മരിക്കാം, നാളെ മരിക്കാം, 10 വർഷം കഴിഞ്ഞ് മരിക്കാം. ഈ ഓട്ടം എന്ന് പൂർത്തിയായാലും അന്ന് വരെ ഓടണം. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങളുടെ കുടുംബത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു ദൗത്യമുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഇടവകയിലോ നിങ്ങളുടെ സമൂഹത്തിലോ നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രത്തിലോ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ പഠിക്കുന്ന സ്ഥലങ്ങളിലോ നമ്മൾ ബന്ധപ്പെടുന്ന ഏത് മേഖലയിലും നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പൂർത്തിയാക്കിയാൽ മതിയാവുള്ളൂ. എഫേസ്യസ് 2:10 എൻ്റെ ഓർമ്മ. നമുക്ക് വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. എഫേസ്യസ് 2:10 ഒന്നെടുക്കാമോ? എഫേസ്യസ് 2:10 അത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എഫേസ്യസ് 2:10 വായിച്ചേ. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സോ എവറിത്തിങ് ഇൻ ഹിം. പൗലോസ് പിന്നീട് ഒരു ഗ്രീക്ക് തത്വചിന്തകന്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. വി ലീവ് ഇൻ ഹിം, വി മൂവ് ഇൻ ഹിം. നമ്മൾ അവനിൽ ജീവിക്കുന്നു, അവനിൽ ചരിക്കുന്നു, അവനിലായിരിക്കുന്നു. ടോട്ടലി അവനിൽ തന്നെ ആയിരിക്കുന്നു. ലൈഫ് മുഴുവൻ ആരുടെ കൂടെ? ഈശോയുടെ കൂടെ. ജനനം ഉദ്ദേശം ഈശോ വെളിപ്പെടുത്തി, ജീവിത ലക്ഷ്യം ഈശോ വെളിപ്പെടുത്തി. ആ ലക്ഷ്യം പൂർത്തിയാക്കേണ്ടത് എന്താണെന്ന് ഏത് വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. പക്ഷെ അന്ന് വരെ അവിടുന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഏതൊരു ദൈവവിശ്വാസിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? എന്താണ് അൾട്ടിമേറ്റ് ലക്ഷ്യം? ലാട്ടറി ആണോ? ലാട്ടറി അടിക്കുന്നതാണോ? അല്ല. അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? എനിക്ക് ഈ ജന്മം തന്ന, എന്നെ ഇതുവരെ നയിച്ച, എന്നെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ആ ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കുക. ഒരിക്കൽ ജീവിതത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന നമ്മൾ അവസാനത്തെ ലക്ഷ്യം എന്താണ്? എന്നേക്കും അവിടുത്തെ ഹൃദയത്തോട് ചേർന്നിരിക്കുക. എന്ന് വെച്ചാൽ ബി ടോട്ടലി വിത്ത് ഹിം ഫോർ എവർ. സ്വർഗത്തിൽ നിത്യജീവനിൽ അവൻ്റെ കൂടെ ആയിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 കൊറിന്തോസ് 5-ാമത്തെ അധ്യായം എടുത്ത് പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം, ഒരു ക്രിസ്ത്യാനിയുടെ ദൈവവിശ്വാസിയുടെ വചനം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമാണ്. 2 കൊറിന്തോസ് 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 2 കൊറിന്തോസ് 5-1 മുതൽ. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ വെമ്പൽ ഉണ്ടോ? പെട്ടെന്ന് സ്വർഗത്തിൽ ആണോ? പെട്ടെന്ന് സ്വർഗത്തിൽ പോകണമെന്നൊക്കെ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അത്രയും കഷ്ടപ്പെടണ്ടല്ലോ. അങ്ങനെ ഉമ്മ കഷ്ടപ്പെടാണ്ടിരുന്നാന്നും സ്വർഗത്തിൽ പോകത്തില്ല. നല്ല വിശുദ്ധിയിൽ ജീവിക്കണം. പൗലോസ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാമത്തെ വാക്യം. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. വായിച്ചോ. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണ് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാൽ അല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഇനി ഉറക്കെ വായിച്ചേ. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കും. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാന്ന് വെച്ചാൽ എന്താ? മരണം. ഈ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് ഈശോയുടെ കൂടെ എന്നും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസയുടെ വലിയൊരു ആഗ്രഹം. പൗലോസ് പിന്നീടൊക്കെ എഴുതുന്നുണ്ട്, രക്തസാക്ഷിത്വം വഹിച്ച് എത്രയും വേഗം അവൻ്റെ അടുത്ത് എത്താനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ സുവിശേഷത്തിൻ്റെ യാത്രയ്ക്ക് ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാകിയാൽ ഞാനിത് തുടരുന്നു. നമ്മുടെ എല്ലാ ലക്ഷ്യം അതായിട്ട് മാറണം. ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ 9-ാമത്തെ വാക്യം. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തായാലും അകലെയായാലും എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലവും
സ്വർഗത്തിൽ നമ്മൾ നിത്യം ജീവിക്കുന്ന കാലവും നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈശോയെ പ്രസാദിപ്പിക്കുക, അവിടുത്തെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരായിട്ട് ജീവിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.